Good morning students, myself Amina. So ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കോംപ്ലക്സ് ഡിഫറൻസിയേഷൻ്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. സോ ഓൾറെഡി ക്ലാസ്സിൽ ഞാൻ ലിമിറ്റ്, കണ്ടിന്യൂറ്റി ആൻഡ് ഡെറിവേറ്റീവിനെ പറ്റിയിട്ടുള്ള ഡെഫിനിഷൻസ് പറഞ്ഞിട്ടുണ്ട്. സോ ബിഫോർ ഗോയിങ് ടു ദ പ്രോബ്ലം, ലെറ്റ്സ് see the definitions once more and then we can start the problem. Okay, first limit in definition. എന്താണ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നൊരു കോംപ്ലക്സ് ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷന് എൽ എന്ന് പറഞ്ഞൊരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആസ് ഇസഡ് അപ്രോച്ചസ് ടു എ പോയിൻറ്റ് ഇസഡ് നോട്ടിലോട്ടേക്ക് പോകുമ്പോൾ എഫ് ഓഫ് ഇസഡ് എൽ എന്ന് പറഞ്ഞ ലിമിറ്റിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പറയാം എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷന് ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന്. നമുക്ക് നൊട്ടേഷൻ നമ്മൾ റിയലിൽ പറയണ പോലെ തന്നെയാണ് ഇവിടെയും പറയുക. ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു എൽ. ഇനി നോട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇഫ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് ഇൻ ദ കോംപ്ലക്സ് പ്ലെയിൻ മീൻസ് ദാറ്റ് ഇസഡ് അപ്രോച്ചസ് ടു ഇസഡ് നോട്ട് ഫ്രം എനി ഡയറക്ഷൻ. സോ ഇസഡ് നോട്ടിലോട്ടേക്ക് ഏതൊരു ഡയറക്ഷനിൽ വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാം. നമ്മൾ ഗ്രാഫിക്കലി അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. സോ എലോങ് എനി സ്ട്രെയിറ്റ് ലൈൻ, അതൊരു സ്ട്രെയിറ്റ് ലൈൻ വഴിയാവാം, അല്ലെങ്കിൽ അതൊരു കേർവ്ഡ് പാത്ത് ഉപയോഗിച്ചിട്ടും ആകാം. ആൻഡ് ഇഫ് ദ ലിമിറ്റ് എക്സിസ്റ്റ് അറ്റ് ഇസഡ് നോട്ട് ദെൻ ഇറ്റ് മസ്റ്റ് ബി സെയിം അലോങ് ഓൾ ദ പാത്ത്. സോ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ പോയാലും കേർവ്ഡ് പാത്തിൽ കൂടെ പോയാലും രണ്ടിൻ്റെയും ലിമിറ്റ് എപ്പോഴും എന്താവണം, ഈക്വൽ ആവണം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് നോട്ട് ചെയ്യേണ്ട കാര്യം. രണ്ടാമത്തത്, ഇഫ് വി ഒബ്റ്റെയിൻ ടു ഡിഫറെൻറ്റ് limits as z tends to z naught along two different paths, then we conclude that the limit does not exist at z naught. So നമ്മൾ ലിമിറ്റ് ഡിഫറെൻറ്റ് പാത്തിൽ കണ്ടുപിടിക്കുമ്പം രണ്ട് വാല്യൂയും ഡിഫറെൻ്റ് ആണെങ്കിൽ അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യത്തില്ല എന്ന് നമ്മൾ പറയും. ഇനി നമ്മൾ യൂഷ്വലി പ്രോബ്ലം ചെയ്യാൻ നേരത്ത് 3 പാത്തുകളായിരിക്കും യൂസ് ചെയ്യുക. ഫസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് z tends to 0 along the x-axis and z tends to 0 along the y-axis. ഇതൊരു പാത്താണ്. സെക്കൻഡ് നമ്മൾ നോക്കുന്ന പാത്ത് എന്ന് വെച്ചാൽ ഇസഡ് ടെൻസ് ടു 0 അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ത്രൂ ദി ഒറിജിൻ. y ഈക്വൽ ടു എം എക്സ് എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് ചൂസ് ചെയ്യാം. മൂന്നാമത്തത് നമ്മൾ ചൂസ് ചെയ്യുന്നത് ഇസഡ് ടെൻസ് ടു 0 അലോങ് y ഈക്വൽ ടു എം എക്സ് സ്ക്വയർ. സോ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ പാത്തുകളാണ്. അല്ലെങ്കിൽ ഡയറക്റ്റ് ഇസഡിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താലും നമുക്ക് ചില പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും, പോസിബിളാണ്. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ലിമിറ്റാണ്. യൂഷ്വലി ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0 എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് W1, ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് ജി ഓഫ് ഇസഡ് എന്ന് പറയുന്നത് W2 ആണെങ്കിൽ അവരുടെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും, W1 പ്ലസ് W2. ഡിഫറൻസ് എന്ന് പറയുന്നത് W1 മൈനസ് W2. ഇനി അടുത്തവരുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് W1 ഇൻറ്റു W2 ആയിരിക്കും. ഇനി നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ W2 0 അല്ലെങ്കിൽ W1 ബൈ W2 എന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് എഫ് ഓഫ് ഇസഡിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂയിലോട്ടേക്ക് ഒരു ലിമിറ്റ് പോകുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് W1. ഇനി ലിമിറ്റ് ഇൻവോൾവിങ് പോയിൻ്റ് അറ്റ് ഇൻഫിനിറ്റി. ഇവിടെ നമ്മൾ നോക്കുന്ന രണ്ട് ടൈപ്പാണ്. ഫസ്റ്റ് ലിമിറ്റ് z ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞതുകൊണ്ട്, പിന്നെ ലിമിറ്റ് z ടെൻസ് ടു z നോട്ട് ആയിരിക്കും. എഫ് ഓഫ് ഇസഡ് ലിമിറ്റിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി വരുന്നതുമായിരിക്കും. സോ ഈ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ട രണ്ട് പ്രോപ്പർട്ടീസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തേത് ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു W0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0 എഫ് ഓഫ് 1 ബൈ ഇസഡ് ഇസ് ഈക്വൽ ടു W0. അതായത് നമുക്ക് ചില പ്രോബ്ലങ്ങളിൽ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ഇസഡ് കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ അന്നേരം നമുക്ക് ഇൻഫിനിറ്റി വാല്യൂ ഇട്ട് കൊടുത്ത് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. സോ അറ്റ് ദാറ്റ് ടൈം നമുക്ക് ഈ ഒരു ലിമിറ്റിനെ ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0 എന്ന് കൊടുക്കുക. ഇനി ഇസഡ് കിടക്കുന്നിടത്തെല്ലാം എന്തിട്ട് കൊടുക്കണം, 1 ബൈ ഇസഡ് എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ഇസഡ് ടെൻസ് ടു 0 നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാവുന്ന ടൈപ്പ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് സോൾവ് ചെയ്യുമ്പം സം W0 എന്ന് പറഞ്ഞ് ഒരു വാല്യൂ കിട്ടും. ഓക്കെ, അതിൻ്റെയൊക്കെ ഓരോ പ്രോബ്ലം നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ പ്രോബ്ലംസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ്
ലിമിറ്റിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലാണെന്നാണ് പറയുന്നത്. ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. നമുക്കൊരു ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ ചെയ്തായിരുന്നു, ഷോ ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെയും നമ്മൾ ഈ ഒരു കൺവേർഷനായിരുന്നു യൂസ് ചെയ്തത് അല്ലേ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് 1/f ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, നെക്സ്റ്റ് കണ്ടിന്യൂറ്റി. A function f of z is said to be continuous at z equal to z naught if f of z naught is defined and the limit, if it exists, must be equal to f of z naught. അതായത് നമുക്ക് f of z naught ഡിഫൈൻഡ് ആയിരിക്കണം. ഇനി ആ ലിമിറ്റില്ലേ, ലിമിറ്റ് z ടെൻസ് ടു z naught f of z, ഇതും എക്സിസ്റ്റ് ചെയ്യണം. ഇത് ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് നോട്ട് ഡിഫൈൻഡ് ആയിരിക്കണം. മാത്രമല്ല ഈ കണ്ടീഷനും മാത്രമല്ല ഈ ലിമിറ്റിൻ്റെ വാല്യൂവും എഫ് ഓഫ് ഇസഡ് നോട്ടിൻ്റെ വാല്യൂവും സെയിം ആയിരിക്കണം. എന്നാലേ നമുക്ക് എന്ത് പറയാൻ പറ്റും, നമുക്ക് തന്നേക്കുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ക്ലിയറായെന്ന് വിശ്വസിക്കുന്നു. ഇനി കണ്ടിന്യൂറ്റിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ പറയുകയാണ്. ഇവിടെ ഇപ്പം ഞാനൊരു പോയിൻറ്റ് ഇസഡ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് എടുക്കുക. അന്നേരം എന്ത് ചെയ്യണം, നമുക്ക് ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0 എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു എഫ് ഓഫ് 0 എന്ന് കണ്ടുപിടിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇസഡിൽ കിടക്കുന്ന സംഭവങ്ങളെല്ലാം പോളാറിലോട്ട് കൺവേർട്ട് ചെയ്യണം. നമ്മൾ ഇസഡിൽ കിടക്കുന്നതിനെ പോളാറിൽ കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു, എക്സിന് പകരം നമ്മൾ എന്ത് റീപ്ലേസ് ചെയ്യും, ആർ കോസ് തീറ്റ, വൈക്ക് പകരം ആർ സൈൻ തീറ്റ. ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തായിരിക്കും നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ലിമിറ്റിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ലിമിറ്റ് ആർ ടെൻസ് ടു 0 എഫ് ഓഫ് ആർ കോമ തീറ്റ ഇങ്ങനെയായിരിക്കും കിട്ടുക. അപ്പോൾ ലിമിറ്റ് ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എഫ് ഓഫ് 0 എന്ന് തന്നെ കിട്ടണം. എന്നാലേ അവിടെ കണ്ടിന്യൂറ്റി എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പോളാർ ഫോമിൽ കൺവേർട്ട് ചെയ്യുന്നത്, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാൻ പറഞ്ഞായിരുന്നു സാധാരണ ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ് ഇവിടെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് പല പാത്തുകൾ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ. പാത്ത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ലിമിറ്റുകൾ സാധാരണ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ലിമിറ്റിൻ്റെ എക്സിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുന്ന പാത്ത് ഉപയോഗിച്ചിട്ടാണ്. പോളാറിൽ വെച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്കങ്ങനെ അധികം പാത്തുകളുടെ ആവശ്യമില്ല, ഡയറക്റ്റായിട്ട് തന്നെ നമുക്കത് ഇവാലുവേറ്റ് ചെയ്യാം. സോ കുറച്ചും കൂടി സിമ്പിളായിരിക്കും പോളാറിൽ കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാൻ. ഓക്കെ, പ്രോബ്ലം സോൾവിങ്ങിന് അതായിരിക്കും കുറച്ചുകൂടി സിമ്പിൾ. അതായത് ഇവിടെ എഴുതിയിട്ടുണ്ട്, ടു പ്രൂവ് ദാറ്റ് എ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് ഇറ്റ് ഈസ് ബെറ്റർ ടു യൂസ് ദി പോളാർ ഫോം. അതർവൈസ് ഇൻ കാർട്ടീഷ്യൻ ഫോം വി വിൽ ഹാവ് ടു ഇവാലുവേറ്റ് ലിമിറ്റ് അലോങ് മെനി കർവ്സ്. അതായത് പല പാത്തുകളോ കർവുകളോ ഉപയോഗിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനേക്കാളും എളുപ്പമല്ലേ പോളാറി കൺവേർട്ട് ചെയ്ത് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുകയെന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം ടു പ്രൂവ് ഡിസ്കണ്ടിന്യൂറ്റി, പക്ഷേ ഡിസ്കണ്ടിന്യൂസ് ആണ് കാണിക്കാൻ എളുപ്പം ഏതാണ്, രണ്ട് ഡിഫറെൻറ്റ് കേർവ്സ് എടുക്കുക, രണ്ടിലും കിട്ടുന്ന വാല്യൂസ് ഡിഫറെൻ്റ് ആണെന്ന് കാണിച്ചാൽ പോരെ. സോ അതാണ് ഇവിടെ പറയുന്നത്. അറ്റ് ദ സെയിം ടൈം ടു പ്രൂവ് ഡിസ്കണ്ടിന്യൂറ്റി അറ്റ് എ പോയിൻറ്റ് ദെൻ ടേക്ക് ദ ജനറൽ പാത്ത് y ഈക്വൽ ടു mx ഓർ എനി ഓഫ് ദ 3 പാത്ത് മെൻഷൻഡ് അബവ് ആൻഡ് ഷോ ദാറ്റ് ദ ലിമിറ്റ് ഡിപ്പെൻഡ്സ് ഓൺ m. ലിമിറ്റിൻ്റെ വാല്യൂ എമ്മിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് കാണിച്ചാൽ മതി. ഹെൻസ് ദ ലിമിറ്റ് ഇസ് നോട്ട് യൂണിക് ആൻഡ് ദെയർഫോർ ദ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. സെയിം രീതി തന്നെ പോളാറിൽ ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കിട്ടും, നമ്മൾ ആ ലിമിറ്റ് കണ്ടുപിടിക്കും, വിൽ ഗെറ്റ് എ ഫംഗ്ഷൻ ഓഫ് തീറ്റയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫോമിലാണ് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് പറയാം ലിമിറ്റ് യുണീക്ക് അല്ല, ദെയർഫോർ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, ഇനി അടുത്ത ഒരു റിസൾട്ട്, എ കോംപ്ലെക്സ് ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് ഇസ് കണ്ടിന്യൂസ് അറ്റ് ഇസഡ് ഈക്വൽ ടു ഇസഡ് നോട്ട് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ്സ് റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ആർ കണ്ടിന്യൂസ് അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇസഡ് നോട്ട്. ഞാൻ പറഞ്ഞു എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നതിനകത്ത് എക്സിന് പകരം യു കോമ തെറ്റിപ്പോയി. എഫ് ഓഫ് ഇസഡിന് നമുക്ക് ഇസഡ് എന്ന് വെച്ചാൽ എക്സ് പ്ലസ് ഐ വൈ ആണല്ലോ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ നേരത്ത് നമുക്ക് യു ഓഫ് എക്സ് കോമ വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് കോമ വൈ ഈ ഒരു ഫോമാറ്റിൽ കിട്ടുമല്ലോ. അപ്പം ഈ ഇസഡ് ഈക്വൽ ടു ഇസഡ് നോട്ടിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ഈ റിയൽ പാർട്ടിലും ഇമാജിനറി പാർട്ടിലും ഞാനിപ്പം ഇസഡ് ഈക്വൽ ടു ഇസഡ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു കോംപ്ലക്സ് നമ്പർ അല്ലേ. അതിനെ ഞാൻ എക്സ് നോട്ട് പ്ലസ് ഐ വൈ നോട്ട് എന്ന് കൊടുക്കുന്നു. ഇവിടെയും ഞാൻ ഇസഡ് ഈക്വൽ ടു ഇസഡ് നോട്ടിന് ഞാൻ എക്സ് നോട്ട് പ്ലസ് ഐ വൈ നോട്ട് എന്ന് കൊടുക്കുന്നു.
ഓക്കെ, സോ ദിസ് യു എന്ന് പറയുന്ന ഫംഗ്ഷനും വി എന്ന് പറയുന്ന ഫംഗ്ഷനും എക്സ് നോട്ട് വൈ എന്ന് പറഞ്ഞ പോയിൻറ്റിൽ എന്തായിരിക്കണം, കണ്ടിന്യൂസ് ആയിരിക്കണം. ഓക്കെ, അതാണ് ഈ റിസൾട്ട്. അടുത്ത റിസൾട്ട് എന്ന് പറയുന്നത് നേരത്തെ പോലെ ലിമിറ്റിൽ പറഞ്ഞ പോലെ കണ്ടിന്യൂറ്റിയുടെ കാര്യമാണ്. രണ്ട് കണ്ടിന്യൂസ് ഫങ്ഷൻസ് തന്ന എഫും ജിയും രണ്ട് കണ്ടിന്യൂസ് ഫങ്ഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ സമ്മ്, ഡിഫറൻസ്, പ്രോഡക്റ്റ് ആൻഡ് അവരുടെ കോഷ്യൻ്റ്, ഓക്കെ, ഫ്രാക്ഷൻ എടുക്കുമ്പം ഡിനോമിനേറ്റർ 0 ആവാത്തിടത്തോളം കാലം അവരൊക്കെ കണ്ടിന്യൂസ് ആയിരിക്കും. ലാസ്റ്റ് ഡെറിവേറ്റീവിന് രണ്ട് ഡെഫിനിഷൻസ് ആണ് നമ്മൾ നോക്കിയത്. ആദ്യത്തേത് ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് അറ്റ് എ പോയിൻറ്റ് ഇസഡ് നോട്ട് ഈസ് ഡിഫൈൻഡ് ബൈ എഫ് ഡാഷ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ഇസഡ് ടെൻസ് ടു 0 എഫ് ഓഫ് ഇസഡ് നോട്ട് പ്ലസ് ഡെൽറ്റ ഇസഡ് മൈനസ് എഫ് ഓഫ് ഇസഡ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഇസഡ്. ഡെൽറ്റ ഇസഡിനെ ഞാൻ എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞു, ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡെൽറ്റ വൈ അല്ലേ. ഓക്കെ, പ്രൊവൈഡഡ് ദ ലിമിറ്റ് എക്സിസ്റ്റ്, ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ദെൻ എഫ് ഇസ് ഡിഫറൻഷ്യബിൾ അറ്റ് ഇസഡ് നോട്ട്. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് എഫ് ഡിഫറൻഷ്യബിൾ ആണെന്ന് നമുക്ക് പറയാം. ഓൾസോ എഫ് ഡാഷ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു, എഫ് ഡാഷ് ഓഫ് ഇസഡിൻ്റെ വേറൊരു റെപ്രസെൻറ്റേഷനാണ് ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് മൈനസ് എഫ് ഓഫ് ഇസഡ് നോട്ട് ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് നോട്ട്. The differentiability at z0 means that along whatever path z approaches to z0, the above limit should be the same. The limit f dash of z0 is known as the derivative of f of z at z0. അതായത് ഇവിടെ ഈ ലിമിറ്റ് ഇത് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്തായിരിക്കും, z0 ഏത് പാത്തിൽ പോയാലും ആ ലിമിറ്റിൻ്റെ വാല്യൂ എപ്പോഴും സെയിം ആയിരിക്കും. ഓക്കെ, therefore എഫ് ഡാഷ് ഓഫ് ഇസഡ് നോട്ടിനെ ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് ഇസഡ് നോട്ട് എന്ന് പറയും. നെക്സ്റ്റ് ഇവിടെ ഒരു റിസൾട്ട്, എല്ലാ എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിരിക്കും. അതായത് ഇഫ് എഫ് ഹാസ് എ ഡെറിവേറ്റീവ് അറ്റ് ഇസഡ് നോട്ട്, എഫിന് ഇസഡ് നോട്ടിൽ ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ എഫ് ഇസ് കണ്ടിന്യൂസ് അറ്റ് ഇസഡ് നോട്ട് ആയിരിക്കും. ഇസഡ് ഈക്വൽ ടു ഇസഡ് നോട്ടിൽ എഫ് കണ്ടിന്യൂസ് ആയിരിക്കും. പക്ഷേ കോൺവേഴ്സ് ട്രൂ അല്ല. അതായത് എല്ലാ കണ്ടിന്യൂസ് ഫങ്ഷൻസും ഡിഫറൻഷ്യബിൾ അല്ല, പക്ഷേ എല്ലാ ഡിഫറൻഷ്യബിൾ ഫങ്ഷൻസും കണ്ടിന്യൂസ് ആണ്. സോ അതിൻ്റെ പ്രൂഫും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇത്രയാണ് ഓവറോൾ നമ്മുടെ ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പം നെക്സ്റ്റ് നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. Show that f of z is equal to z into real part of z divided by mod z such that z not equal to 0 and 0 when z equal to 0 is not differentiable at z is equal to 0. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കാണിക്കേണ്ടത്, നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അത് z ഈക്വൽ ടു 0യിൽ ഡിഫറൻഷ്യബിൾ അല്ലെന്നാണ് കാണിക്കേണ്ടത്. ഓക്കെ, ഡിഫറൻഷ്യബിൾ അല്ല എന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു പാത്ത് കൺസിഡർ ചെയ്യണം അല്ലേ. എന്നിട്ട് ആ പാത്തിൽ നമുക്ക് തന്നേക്കുന്ന ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താവണം, ഡിപ്പെൻഡൻ്റ് ആവണം. ഒരു വേരിയബിൾ എമ്മിന് ഡിപ്പെൻഡൻ്റ് ആവണം. ഓക്കെ, സോ നമ്മളിപ്പം ആ ഒരു കാര്യമാണ് ഫസ്റ്റ് ചെക്ക് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പം നമ്മുടെ പോയിൻ്റ് z0 തന്നിട്ടുണ്ട് അല്ലേ. എന്താണ് നമ്മുടെ z0 എന്ന് പറഞ്ഞ പോയിൻ്റ് എന്ന് വെച്ചാൽ എന്താണ്, 0 എന്ന് പറഞ്ഞ പോയിൻ്റ് തന്നെ. അപ്പം നമുക്ക് എഴുതാം എ ഫംഗ്ഷൻ f of z is differentiable at z equal to 0 if ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം ഫസ്റ്റ് ഓഫ് ഓൾ അല്ലേ. അപ്പം നമുക്ക് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമെന്നല്ലേ നോക്കണ്ടേ. എന്തായിരുന്നു നമ്മുടെ ലിമിറ്റ് z ടെൻസ് ടു 0 f of z മൈനസ് f of 0 ഡിവൈഡഡ് ബൈ z മൈനസ് 0 എക്സിസ്റ്റ് ചെയ്യണം.
ഓക്കെ, തൊട്ട് മുമ്പ് നമ്മൾ കണ്ട ഡെഫിനിഷനാണ് അല്ലേ. എന്താ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് മൈനസ് എഫ് ഓഫ് ഇസഡ് നോട്ട് ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് എന്ത് ചെയ്യണം, ലിമിറ്റ് ഷുഡ് എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് അതിൻ്റെ എക്സിസ്റ്റൻസ് ആണ് നോക്കേണ്ടത്. അപ്പോൾ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു പാത്ത് കൺസിഡർ ചെയ്യാം. ഓക്കെ, ലെറ്റ് ഇസഡ് ടെൻസ് ടു 0 along the path ഞാൻ ചൂസ് ചെയ്യുന്ന പാത്ത് y ഈക്വൽ ടു എം എക്സ്. നമ്മൾ യൂഷ്വലി എടുക്കുന്ന എല്ലാ പാത്തുകളും ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ എന്താ ചെയ്യുക, ഇസഡ് ടെൻസ് ടു 0 അലോങ് ദ പാത്ത് y ഈക്വൽ ടു എം എക്സ്. ഇനി അടുത്ത പരിപാടി എന്താണ്, അടുത്ത ഒരു പ്രൊസീജിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ y കിടക്കുന്ന എല്ലായിടത്തും എം എക്സ് എന്ന് പറഞ്ഞ് കൊടുക്കണം. അപ്പം നമ്മുടെ എഫ് ഓഫ് ഇസഡ് വെൻ ഇസഡ് നോട്ട് ഈക്വൽ ടു 0 ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതണ്ടേ. അപ്പം നമുക്കത് നോക്കാം. ഓക്കെ, എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ഇസഡ് ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ മോഡ് ഇസഡ് എന്നാണ് നമുക്ക് തന്നേക്കുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് പ്ലസ് IY ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എന്ത് വരും, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. എപ്പോഴാണ് വെൻ ഇസഡ് നോട്ട് ഈക്വൽ ടു 0, ഇസഡ് നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോഴാണ്. ഓക്കെ, ആൻഡ് എഫ് ഓഫ് 0ൻ്റെ വാല്യൂ എന്താണ് തന്നിരിക്കുന്നത്, എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 0 തന്നെയാണ്. അപ്പം നമുക്കിനി ലിമിറ്റിലോട്ട് പോവാം. എഴുതിക്കേ, അപ്പം ലിമിറ്റ് z tends to 0 f of z minus f of 0 by z minus 0 equal to limit നമ്മൾ കൊടുക്കുന്ന z tends to 0 when y equal to mx ആണ്. അപ്പം y കിടക്കുന്നിടത്തെല്ലാം mx എന്ന് കൊടുക്കണം. ഫസ്റ്റ് നമുക്ക് ഒരു വട്ടം കൂടി ഈ ഫംഗ്ഷൻ എക്സ്പ്ലിസിറ്റായിട്ട് എഴുതിയിട്ട് പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഓക്കെ, അപ്പം എക്സ് പ്ലസ് IY അല്ലേ, എക്സ് പ്ലസ് IY ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ്, ഇവിടെ മോഡുലസ് ഉണ്ടല്ലോ അല്ലേ, ഓക്കെ, ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ ഇസഡ് എന്ന് വെച്ചാൽ എന്താ, എക്സ് പ്ലസ് IY മൈനസ് 0. ക്ലിയർ ആണോ? ഞാൻ കുറച്ചും കൂടി ഇതാക്കിയിട്ട് എഴുതിത്തരാം. കുറച്ചും കൂടി ഈ സിമ്പിളായിട്ട് എഴുതിയിട്ട്, ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് എക്സ് പ്ലസ് IY മൈനസ് 0, ന്യൂമറേറ്ററിൽ കിടക്കുന്നതാണ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് IY ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, ഇനി അടുത്ത നമുക്ക് എന്ത് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. സോ ലിമിറ്റ് നമുക്ക് ഒറ്റ വേരിയബിളേ ഉള്ളൂ, അതാരാണ്, എക്സ് ടെൻസ് ടു 0 എക്സ് ഇൻറ്റു എക്സ് പ്ലസ് I ഇൻറ്റു വൈക്ക് പകരം mx ഇട്ട് കൊടുക്കുന്നു. ഈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ താഴോട്ടേക്ക് പോകൂലേ, അപ്പോൾ എന്താ വരിക, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് പകരം എന്ത് കൊടുക്കണം, mx സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് I ഇൻറ്റു mx അല്ലേ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കിക്കേ, ഇവിടെ ഈ ടേമും ക്യാൻസൽ ചെയ്ത് കളയാലോ. ഓക്കെ, റിമൈനിങ് എന്താ വരുന്നത്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 അകത്തോട്ടേക്ക് എക്സ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഞാൻ അകത്തോട്ടേക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എം സ്ക്വയർ എക്സ് സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ കോമൺ എടുക്കാമല്ലോ, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എം സ്ക്വയർ റൂട്ട് ഓഫ് a,ab റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി ആണ്. അപ്പം എനിക്ക് ഡിനോമിനേറ്ററിലെ റൂട്ടിനെ സ്പ്ലിറ്റ് ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു റൂട്ട്
1 പ്ലസ് എം സ്ക്വയർ എന്ന് വരും. എക്സും ക്യാൻസലായിപ്പോയി. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എം സ്ക്വയർ. ഇവിടെ എക്സിൻ്റെ ടേംസ് ഒന്നുമില്ല, ഒരു കോൺസ്റ്റൻ്റ് ആണ് കിട്ടിയത്. കോൺസ്റ്റൻ്റ് ലിമിറ്റ് കോൺസ്റ്റൻ്റ് ആണ്. ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് എം സ്ക്വയർ. അപ്പോൾ ഇവിടെ എന്താ കിട്ടിയത്? നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എ വേരിയബിൾ എം. എം എന്ന് പറഞ്ഞൊരു വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുക. സോ എം മാറുന്നതനുസരിച്ച് ലിമിറ്റും എന്തായിക്കൊണ്ടിരിക്കും? ലിമിറ്റ് വിൽ ഓൾസോ ചേഞ്ച്. സോ ഹിയർ നമുക്ക് എന്താ പറയാം? ലിമിറ്റ് ഈസ് നോട്ട് യുണീക്ക്. എന്തുകൊണ്ടത് യുണീക്കല്ല പറഞ്ഞ? സിൻസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എം. എമ്മിൻ്റെ വാല്യൂയെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. ഓക്കെ, സോ ദി ഗിവൺ ഫങ്ഷൻ ഇസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് z is equal to 0. therefore കൺക്ലൂഡ് ചെയ്യാം. therefore f of z is not differentiable at z is equal to 0. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ചെയ്തത് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് എഫ് ഓഫ് ഇസഡ് എന്താണെന്നുള്ളത് ഞാനൊന്ന് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇസഡിന് പകരം എക്സ് പ്ലസ് ഐ വൈ ഇട്ട് കൊടുത്തിട്ട് ആ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് എക്സിൻ്റെയും വൈയുടെയും ടേമിലോട്ടേക്ക് കൺവേർട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ യൂസ് ചെയ്ത പാത്ത് എന്താ? വൈ ഈക്വൽ ടു എം എക്സ് എന്നൊരു പാത്ത് കൺസിഡർ ചെയ്തു. സോ എന്നിട്ട് എന്ത് ചെയ്തു? ആ ഒരു പാത്ത് കിട്ടിയതിന് ശേഷം വൈ കിടക്കുന്നിടത്തെല്ലാം എം എക്സ് എന്നിട്ട് കൊടുക്കുക. ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ എന്തായി മാറും? എക്സ് ടെൻസ് ടു 0 എന്നായി മാറും. സോ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0 എഫ് ഓഫ് ഇസഡ് മൈനസ് എഫ് ഓഫ് 0 ബൈ ഇസഡ് മൈനസ് 0 ഈക്വൽ ടു ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0. നമ്മുടെ ഫംഗ്ഷൻ അതേപോലെ എഴുതി. കോമൺ ആയിട്ട് കളയാൻ പറ്റുന്നവരെയൊക്കെ കളഞ്ഞു. ലിമിറ്റ് അപ്ലൈ ചെയ്തു. വി ഗോട്ട് എ സൊല്യൂഷൻ വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദി വേരിയബിൾ എം. സോ നമുക്ക് എന്ത് പറയാം? ഹിയർ ദി ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. Okay, because it depends on m. Therefore the given function is not differentiable at z0. Okay, yes. Next question. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചൊരു റിസൾട്ടില്ലേ, എഫ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ കണ്ടിന്യൂസ് ആണെന്ന്, അതൊന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, question. Prove that if f of z is differentiable at a point z0, then f of z is continuous അല്ലേ? continuous at z0. സോ എഫ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അതെപ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, അതിൻ്റെ പ്രൂഫ് ഇങ്ങനെയാണ്. അപ്പം ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള കാര്യം എന്താ? നമുക്ക് ഗിവൺ ആയിട്ടുള്ളത് എന്താ? ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ദ ഫങ്ഷൻ എഫ് ഇസ് ഡിഫറൻഷ്യബിൾ അറ്റ് എ പോയിൻറ്റ് z0. ഡിഫറൻഷ്യബിൾ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. കണ്ടിന്യൂറ്റിയാണ് കാണിക്കേണ്ടത് അല്ലേ? കണ്ടിന്യൂറ്റിയാണ് കാണിക്കേണ്ടത്. അപ്പം ഞാൻ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഞാൻ ഡിഫറൻഷ്യബിൾ ആകുമ്പം നമുക്ക് ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമല്ലോ, അതിനൊരു വാല്യൂ കിട്ടുമല്ലോ, അതൊന്ന് ഞാൻ ജസ്റ്റ് എടുത്ത് എഴുതുകയാണ്. സപ്പോസ്, ശ്രദ്ധിച്ചോണേ, സപ്പോസ് എഫ് ഇസ് ഡിഫറൻഷ്യബിൾ അറ്റ് z0, ദെൻ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലിമിറ്റ് ഉണ്ടല്ലോ, എന്തായിരുന്നു ആ ലിമിറ്റ്? ലിമിറ്റ് z ടെൻസ് ടു z0 f of z minus f of z0 divided by z minus z0 exist. അത് എക്സിസ്റ്റും ചെയ്യും and it is equal
ടു എഫ് ഡാഷ് ഓഫ് ഇസഡ് നോട്ട് അല്ലേ, എഫ് ഡാഷ് ഓഫ് ഇസഡ് നോട്ടിനോട് ഈക്വലൻറ്റും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കൺസിഡർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നമുക്ക് തന്നിട്ടുള്ളതിൽ നിന്ന് നമ്മളെടുത്ത് എഴുതിയിട്ടുണ്ട്. ഇനി ഇത് ഒരു കൺസ്ട്രക്ഷനാണ്, അത് ഓക്കെ, ആ കൺസ്ട്രക്ഷനിൽ നിന്ന് ഡെവലപ്പ് ചെയ്താണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മളിങ്ങനെ എഴുതണം, കൺസിഡർ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് മൈനസ് എഫ് ഓഫ് ഇസഡ് നോട്ട്. ഓക്കെ, ഇതിനെ ഒന്ന് കൺസിഡർ ചെയ്യാം. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ലിമിറ്റിനകത്ത് ഇസഡ് മൈനസ് ഇസഡ് നോട്ട് കൊണ്ട് മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്യും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ ലിമിറ്റിന് അതേപോലെ എഴുതുകയാണ്. ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് മൈനസ് എഫ് ഓഫ് ഇസഡ് നോട്ട് ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് നോട്ട്. അപ്പം ഞാൻ ഇത്രേ ചെയ്തോളൂ. ഞാൻ ആദ്യം കൺസിഡർ ചെയ്ത ആരെയാണ്? എഫ് ഓഫ് ഇസഡ് മൈനസ് എഫ് ഓഫ് ഇസഡ് നോട്ടിനെ കൺസിഡർ ചെയ്തു. രണ്ടാമത് എന്ത് ചെയ്തു? ആ കൺസിഡർ ചെയ്തതിൻ്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഇസഡ് മൈനസ് ഇസഡ് നോട്ട് കൊണ്ട് മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്തു. ഇനി അടുത്ത് എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് എനിക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഫങ്ഷനിലും സെക്കൻഡ് ഫങ്ഷനിലും ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ. സോ എന്താ ഞാൻ ചെയ്യണത്? ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് മൈനസ് എഫ് ഓഫ് ഇസഡ് നോട്ട് ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് നോട്ട്. ഫസ്റ്റ് ഫങ്ഷനിൽ ഞാൻ ലിമിറ്റ് കൊടുത്തു ഇൻറ്റു ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് ഇസഡ് മൈനസ് ഇസഡ് നോട്ട്. ഇങ്ങനെ ഞാൻ ലിമിറ്റിനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് കൊടുത്തു. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു, നമുക്കിവിടെ ആദ്യം വന്നേക്കുന്നത് ആരാണ്? ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് മൈനസ് എഫ് ഓഫ് ഇസഡ് നോട്ട് ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് നോട്ട്. അപ്പോൾ ആദ്യം കിടക്കുന്ന ആളാരാണ്? എഫ് ഡാഷ് ഓഫ് ഇസഡ് നോട്ട് അല്ലേ. സോ എഫ് ഡാഷ് ഓഫ് ഇസഡ് നോട്ട് ഇൻറ്റു ഈ ലിമിറ്റ് നോക്കിക്കേ, ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് ഇസഡ് മൈനസ് ഇസഡ് നോട്ട്. അപ്പോൾ ഇസഡിൻ്റെ പകരം ഞാൻ ഇസഡ് നോട്ട് ഇട്ട് കൊടുക്കുമ്പം അവിടെ എനിക്ക് എന്താ കിട്ടുന്നത്? 0 എന്നല്ലേ കിട്ടുന്നത്. യെസ്, സോ എഫ് ഡാഷ് ഓഫ് ഇസഡ് നോട്ട് ഇൻറ്റു 0, അതായത് 0 എന്ന് കിട്ടി. ദാറ്റ് ഈസ് എനിക്ക് എന്താ കിട്ടിയത്? ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് മൈനസ് എഫ് ഓഫ് ഇസഡ് നോട്ട് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ കിട്ടിയേക്കുന്ന ഈ ലിമിറ്റില്ലേ, ഈ ലിമിറ്റിനെ ടേം ബൈ ടേം ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ എനിക്ക് എന്താ വരിക നോക്കിക്കേ, ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് മൈനസ് ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് നോട്ട് ഈക്വൽ ടു 0, വിച്ച് ഇംപ്ലൈസ്, എന്നിട്ട് ഈ ടേമിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോവാണ്. അപ്പം ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് നോട്ട്. ഇവിടെ ഈ എഫ് ഓഫ് ഇസഡ് നോട്ട് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്, ഒരു നമ്പറാണ് അല്ലേ. ഇപ്പം ഞാൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ പറയുകയാണ്, x+1. ഇസഡ് നോട്ടിന് പകരം ഓക്കെ എക്സ് വേണ്ട, നമുക്ക് ഇസഡിൽ തന്നെ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഇപ്പം ഞാൻ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് z+1 ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം എഫ് ഓഫ് 10 ഒരു കോംപ്ലക്സ് നമ്പറാണല്ലോ. ഇസഡ് നോട്ട് എന്ന് പറഞ്ഞ് 10 ആയിട്ട് എടുത്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? 10+1 11, ഒരു നമ്പറല്ലേ കിട്ടിയത്. അപ്പോൾ ഈ എഫ് ഓഫ് ഇസഡ് നോട്ട് എന്ന് പറയുന്നതും എന്താണ്? ഇതേപോലെ ഒരു നമ്പറാണ്, അതായത് ഒരു കോൺസ്റ്റൻറ്റ് നമ്പർ. അപ്പോൾ ഈ കോൺസ്റ്റൻറ്റ് നമ്പറിൻ്റെ ലിമിറ്റ് എന്തായിരിക്കും? എഫ് ഓഫ് ഇസഡ് നോട്ട് തന്നെയല്ലേ. എഫ് ഓഫ് ഇസഡ് നോട്ട് ദാറ്റ് ഈസ് ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ഇസഡ് നോട്ട്. അപ്പം ഒരു ഫംഗ്ഷൻ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, അതിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് കണ്ടിന്യൂസും ആണല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് പറയാം എഫ് ഓഫ് ഇസഡ് ഇസ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എഫ് ഓഫ് ഇസഡ് നോട്ടൊന്നും കിട്ടുന്നില്ല. മാത്രമല്ല ഞാൻ എന്തായെന്ന് പറയാം, കണ്ടിന്യൂറ്റിയുടെ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് അറിയാൻ നമുക്ക് എന്തൊക്കെ വേണം?
ആ ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് നോട്ട് ഡിഫൈൻഡ് ആയിരിക്കണം, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, ആ രണ്ട് വാല്യൂസ് ഈക്വലൻ്റ് ആണ്. എഫ് ഓഫ് ഇസഡ് നോട്ട് ഇവിടെ ഡിഫൈൻഡ് ആണ്, ലിമിറ്റ് നമുക്കിവിടെ കിട്ടി. ദെയർഫോർ എഫ് ഓഫ് ഇസഡ് ഈസ് കണ്ടിന്യൂസ് at z equal to z0. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പം നിങ്ങൾക്ക് പ്രൂഫ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇൻ കേസ് ചോദിക്കുവാണെങ്കിൽ ഇങ്ങനെ വേണം അത് ആൻസർ ചെയ്യാൻ. ഓക്കെ, യെസ്. അപ്പം ഇത് നമുക്ക് ദാണ്ട് തൊട്ട് മുമ്പിൽ നമ്മൾ പഠിച്ചില്ലായിരുന്നു. ഇതിനകത്ത് ഒരു റിസൾട്ടായിട്ട് നമ്മൾ പറഞ്ഞു, ഇഫ് എഫ് ഓഫ് ഇസഡ് ഹാസ് എ ഡെറിവേറ്റീവ് അറ്റ് ഇസഡ് ഈക്വൽ ടു ഇസഡ് നോട്ട് ദെൻ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ഇസഡ് ഈക്വൽ ടു ഇസഡ് നോട്ട്. ബട്ട് കോൺവേഴ്സ് ഇസ് നോട്ട് ട്രൂ. കോൺവേഴ്സ് എന്താണ്? എഫ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ അതിന് കോൺവേഴ്സ് ആയിട്ട്, അതായത് അതിൻ്റെ പ്രൂഫാണ് നമ്മൾ ചെയ്തത്. ഇനി കോൺവേഴ്സ് പാർട്ട്, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷന് ഡെറിവേറ്റീവ് ഇല്ല, അപ്പോൾ അത് നമുക്ക് അടുത്ത് ഒന്ന് പ്രൂവ് ചെയ്യണം. അപ്പം ഞാനതൊരു ഹോംവർക്കായിട്ട് നിങ്ങൾക്ക് തരാം, ട്രൈ ചെയ്ത് നോക്കുക. കിട്ടാത്ത പക്ഷം ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്ത് തരാം. ഫോർ എക്സാമ്പിൾ, ഓക്കെ, എക്സാമ്പിൾ പറയാനാണെങ്കിൽ കോൺവേഴ്സ് ട്രൂ അല്ലാത്തതിനൊരു എക്സാമ്പിളാണ്. ഇപ്പം ഞാൻ എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് ഇസഡ്. ഇതാണ് എൻ്റെ ഫങ്ഷൻ. ഇത് ക്ലിയർലി കണ്ടിന്യൂസ് ആണ് അല്ലേ? കണ്ടിന്യൂറ്റി എങ്ങനെയാണ് നമുക്ക് ചെക്ക് ചെയ്യുന്നത്? അല്ലെങ്കിൽ ബെറ്റർ ഞാൻ തന്നെ സോൾവ് ചെയ്ത് തരാം. നമുക്ക് കണ്ടിന്യൂറ്റി നോക്കണം. കണ്ടിന്യൂറ്റി ഫസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഫോർ എനി പോയിൻറ്റ് ഇസഡ്, ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട് ഓഫ് ഇസഡ്, അതായത് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ലിമിറ്റ് കണ്ടുപിടിക്കാം. ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട്, എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട്, എഫ് ഓഫ് ഇസഡ് ഇസ് റിയൽ പാർട്ട് ഓഫ് ഇസഡ് വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട്, വൈ ടെൻസ് ടു വൈ നോട്ട് ആയിരിക്കും. റിയൽ പാർട്ട് എന്ന് പറയുന്നത് എക്സ് ആണ്. ഇനി ലിമിറ്റ് ഇട്ട് കൊടുക്കുക. നമുക്ക് എന്താ കിട്ടുന്നത്? എക്സ് നോട്ട്. എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് ഇസഡ് നോട്ടാണ് അല്ലേ? അതായത് ഇസഡ് നോട്ടിനെ ഞാൻ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്തേക്കുന്നത്? എക്സ് നോട്ട് പ്ലസ് ഐ വൈ നോട്ട്. അപ്പം എഫ് ഓഫ് ഇസഡ് നോട്ട് എന്ന് വെച്ചാൽ എന്താണ്? റിയൽ പാർട്ട് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഐ വൈ നോട്ടാണ്. എൻ്റെ റിയൽ പാർട്ട് എന്താ? എക്സ് നോട്ട് തന്നെയല്ലേ? സോ എനിക്ക് എന്താ കിട്ടിയത് ഇവിടെ? ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട്, എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ഇസഡ് നോട്ട് എന്ന് കിട്ടി. ഓക്കെ, എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ഇസഡ് നോട്ട് എന്ന് കിട്ടി. സോ ദ ഗിവൺ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇസഡ് നോട്ട്. നെക്സ്റ്റ് നമുക്ക് എന്താ കാണിക്കേണ്ടത്? ഡിഫറൻഷ്യബിലിറ്റി ഹോൾഡ് ചെയ്യുന്നില്ല എന്ന് കാണിക്കണം. ഓക്കെ, ടു ഷോ ദാറ്റ് എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് ഇസഡ് ഇസ് നോട്ട് differentiable at z equal to z0. അപ്പോൾ ഡിഫറൻഷ്യബിലിറ്റിയുടെ കേസ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഡെൽറ്റ ഇസഡിൻ്റെ ഡെഫിനിഷനാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ഫോർ എനി ഇസഡ്, ഏതെങ്കിലും ഒരു ഇസഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് ഇസഡിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ലിമിറ്റ് ഡെൽറ്റ ഇസഡ് ടെൻസ് ടു 0 എഫ് ഓഫ് ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് അല്ലേ? ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് മൈനസ് എഫ് ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഇസഡ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫങ്ഷൻ എഫ് എന്ന് പറയുന്നത് എന്താ? റിയൽ പാർട്ട് മാത്രം മതി. അപ്പോൾ ഇസഡിന് ഞാൻ എക്സ് പ്ലസ് ഐ വൈ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പം നോക്കിക്കേ, ഇസഡ് പ്ലസ്
z plus delta z. Okay. X plus iy plus delta x plus I into delta y എന്ന് പറഞ്ഞു വരും. അതായത് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് ഇമാജിനറി പാർട്ട് എന്താ, വൈ പ്ലസ് ഡെൽറ്റ വൈ. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് റിയൽ പാർട്ട് ഓഫ് ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് ആണ്. റിയൽ പാർട്ട് എന്താ, എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് അല്ലേ. അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതുന്നു, ലിമിറ്റ് ഡെൽറ്റ ഇസഡ് ടെൻസ് ടു 0. ഇവിടെ ഈ ഫസ്റ്റത്തെ പോർഷനിൽ എഫ് ഓഫ് ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് എന്താണ്, എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആണ്, മൈനസ് എഫ് ഓഫ് ഇസഡ്, ഇസഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ, അതിൻ്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് എക്സ് ആണ്, ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഇസഡ് എന്ന് വെച്ചാൽ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡെൽറ്റ വൈ. ക്ലിയർ ആണോ? സോ ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് delta z tends to 0 delta x divided by delta x plus I into delta y. സോ എഫ് ഡാഷ് ഓഫ് ഇസഡിൻ്റെ ഒരു ജനറൽ ഫോം എനിക്ക് കിട്ടി. ഇനി ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്ന രണ്ട് പാത്തുകളാണ്, അതായത് ഡെൽറ്റ ഇസഡ് ടെൻസ് ടു 0 എലോങ് ദി എക്സ് ആക്സിസ് ആൻഡ് എലോങ് ദി വൈ ആക്സിസ്. അങ്ങനെ ചെയ്യുമ്പം ആദ്യം ഞാൻ ഡെൽറ്റ വൈനെ 0യിൽ കൊണ്ടുപോയിട്ട് ദെൻ എക്സിനെ 0 കൊണ്ടുപോകും. രണ്ടാമത്തെ പാർട്ടിൽ ഡെൽറ്റ എക്സിനെ 0യിൽ കൊണ്ടുപോയിട്ട് ദെൻ ഡെൽറ്റ വൈനെ 0യിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, അങ്ങനെയായിരിക്കും നമ്മൾ പ്രൂഫ് കണ്ടിന്യൂ ചെയ്യുന്നത്. വി കൺസിഡർ ടു പാർട്സ്. വി കൺസിഡർ ടു പാർട്സ് ഫോർ ഡെൽറ്റ ഇസഡ് ടെൻസ് ടു 0. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലെറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 ഫസ്റ്റ്, comma then delta x tends to 0. അപ്പം എൻ്റെ എഫ് ഡാഷ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞത് ഞാൻ ലിമിറ്റ് ഡെൽറ്റ ഇസഡ് ടെൻസ് ടു 0 അല്ലേ, അപ്പം ഫസ്റ്റ് ഞാൻ അങ്ങനെ തന്നെ എഴുതി തരാം. 0 ഇസ് ഈക്വൽ ടു എന്താ വരുന്നത്, ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡെൽറ്റ വൈ. ഇനി ഇവിടെ ആദ്യം എന്താ പറഞ്ഞത്, ലിമിറ്റ് ഫസ്റ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0, അത് കഴിഞ്ഞിട്ടേ ഡെൽറ്റ എക്സ് 0യിലേക്ക് അപ്രോച്ച് ചെയ്യുന്നുള്ളൂ. സോ ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ. സോ ആദ്യമേ ഡെൽറ്റ വൈ 0യിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വൈയുടെ ഈ ഒരു ടേമില്ലേ, വൈയുടെ ഈ ടേം 0 ആയിപ്പോവും. അപ്പം റിമൈനിങ് എന്താ വരിക, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഇൻറ്റു 0 തന്നെയാണ് അല്ലേ. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു, ഇവിടുന്ന് ഈ ഡെൽറ്റ എക്സ് ക്യാൻസൽ ആയിപ്പോയി. എനിക്ക് റിമൈനിങ് എന്താ ഉള്ളത്, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 1, കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻ്റ് ലിമിറ്റ് കോൺസ്റ്റൻ്റ് തന്നെ. ഇത്രയും ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ എന്താ ഞാൻ ചെയ്തത്, ഡെൽറ്റ ഇസഡ് ടെൻസ് ടു 0, ഡെൽറ്റ ഇസഡ് 0യിലേക്ക് പോവാന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡെൽറ്റ വൈ ടെൻസ് ടു 0, അതായത് റിയൽ പാർട്ട് ഓഫ് ഡെൽറ്റ എക്സും 0യിലേക്ക് പോകണം, ഇമാജിനറി പാർട്ട് ഓഫ് ഡെൽറ്റ എക്സും ഡെൽറ്റ ഇസഡും 0യിലേക്ക് പോകണം. ഡെൽറ്റ ഇസഡിൻ്റെ റിയലും ഇമാജിനറി പാർട്ടും 0യിലേക്ക് പോകണം. ഞാൻ എന്ത് ചെയ്തു, ആദ്യം ഡെൽറ്റ വൈനെ 0യിലേക്ക് കൊണ്ടുപോയി, ഫസ്റ്റ് ഡെൽറ്റ വൈനെ 0യിലേക്ക് കൊണ്ടുപോയി, അത് കഴിഞ്ഞിട്ട് ഡെൽറ്റ എക്സിന്, അന്നേരം എനിക്ക് ലിമിറ്റിൻ്റെ വാല്യൂ 1 കിട്ടി. ഇനി ഞാൻ അടുത്ത പാത്ത് എന്താ ചെയ്യണത്, ഫസ്റ്റ് ഡെൽറ്റ എക്സിനെ 0യിലോട്ട് കൊണ്ടുപോകും, എന്നിട്ട് ഡെൽറ്റ വൈനെയും 0യിലോട്ട് കൊണ്ടുപോകും. ഓക്കെ, അന്നേരം എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. സെക്കൻഡ്, ലെറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഫസ്റ്റ്, then delta y tends to 0. So f dash of z is equal to limit delta z tends to 0 delta x plus I into delta y. This is equal to
ലിമിറ്റ് ഡെൽറ്റ എക്സ്, ഫസ്റ്റ് എക്സ് ടെൻസ് ടു 0, ഡെൽറ്റ എക്സ് ടെൻസ് ടു 0, അത് കഴിഞ്ഞിട്ട് ഡെൽറ്റ വൈ ടെൻസ് ടു 0, ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡെൽറ്റ വൈ. ഓക്കെ, അപ്പം ഞാൻ ആദ്യം എന്താ ചെയ്യണത്, ഡെൽറ്റ എക്സ് ഈ ടേമിനെയും 0യിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ എന്താ വരിക, ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0, ന്യൂമറേറ്ററിൽ 0 ഡിവൈഡഡ് ബൈ ഐ ഡെൽറ്റ വൈ എന്നാണ് കിടക്കുന്നത് അല്ലേ. സോ ദിസ് ഇസ് ഈക്വലൻ്റ് ടു ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0, 0ൻ്റെ ലിമിറ്റ് എന്താണ് 0. അതായത് ഞാൻ 2 ഡിഫറെൻറ്റ് പാത്ത് ചൂസ് ചെയ്തപ്പം എനിക്ക് ഡിഫറെൻറ്റ് ലിമിറ്റ്സ് കിട്ടി അല്ലേ. നോക്കിക്കേ, ആദ്യത്തെ കേസിൽ എനിക്ക് ലിമിറ്റിൻ്റെ വാല്യൂ എന്തായിട്ടാണ് കിട്ടിയത്, 1. അതായത് ഡെൽറ്റ വൈന് ആദ്യം 0, പിന്നെ ഡെൽറ്റ എക്സിന് 0 കൊടുത്തപ്പം എനിക്ക് ലിമിറ്റിൻ്റെ വാല്യൂ 1 എന്നും, രണ്ടാമത്തെ കേസിൽ എനിക്ക് ലിമിറ്റിൻ്റെ വാല്യൂ 0 എന്നുമാണ് കിട്ടിയത്. അതായത് ലിമിറ്റ് യുണീക്ക് വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്, പക്ഷെ ഇവിടെ കിട്ടിയതോ 2 ഡിഫറെൻറ്റ് വാല്യൂ. സോ therefore we can conclude that the limit does not exist. അതായത് നമുക്ക് which implies f of z is not differentiable. ഓക്കെ, അതായത് ഞാനൊരു ഫംഗ്ഷൻ തന്നു, ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. എന്താണ് നമ്മുടെ ഫംഗ്ഷൻ, എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് ഇസഡ്. ഈ ഒരു ഫംഗ്ഷൻ തന്നേക്കുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് അല്ലേ. നമ്മൾ ആ തൊട്ട് മുന്നേ ചെയ്തു, കണ്ടിന്യൂറ്റി നമുക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. എഫ് ഓഫ് ഇസഡ് ഇസ് കണ്ടിന്യൂസ് ആണ്. പക്ഷേ ഞാൻ ഡിഫറൻഷ്യബിലിറ്റി നോക്കിയപ്പോൾ എന്താ സംഭവിച്ചത്, അത് ഡിഫറൻഷ്യബിൾ ആയിട്ടല്ല കിട്ടിയത്. സോ എവറി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും, ബട്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ നീഡ് നോട്ട് ബി ഡിഫറൻഷ്യബിൾ. ഇമ്പോർട്ടൻ്റ് ആണ്. വേണമെങ്കിൽ ഒരു 7 മാർക്കിന് ഒരു essay ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്കത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പഠിച്ചു വെച്ചേക്കുക. ഇതിൻ്റെ നോട്ട് ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. കുറച്ചും കൂടി പ്രോബ്ലംസ് ചെയ്യാനുണ്ട്, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. Okay, so thank you and have a nice day.